നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. വ്യാപാരം, സുരക്ഷ, പ്രതിരോധമടക്കം മലേഷ്യയുമായി നിർണായക 10 കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യ. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ സൗഹൃദ രാഷ്ട്രങ്ങളുടെ പിന്തുണ നിർണായകമെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രിയുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം നരേന്ദ്രമോദി. ഫ്രാൻസിൽ നിന്നും 114 റഫാൽ വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിന് ഇന്ത്യ ഉടൻ അംഗീകാരം നൽകും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി ഒപ്പുവെച്ചേക്കും. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ പൂർണ്ണമായും അവസാനിപ്പിക്കുമെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ എണ്ണ കമ്പനികൾ റഷ്യയ്ക്ക് പുതിയ ഓർഡറുകൾ നൽകുന്നില്ല. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. നാളെ പാർലമെന്റിൽ കോൺഗ്രസ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളുടെ മൊഴി കള്ളമെന്ന് VSSയുടെ അന്തിമ പരിശോധനാ ഫലം. പ്രതികൾ പറഞ്ഞതിലും കൂടുതൽ സ്വർണം നഷ്ടമായെന്ന് റിപ്പോർട്ട്. കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിൽ അവ്യക്തത. വീണ്ടും സാമ്പിൾ ശേഖരിക്കും. പോറ്റിയുമായുള്ള കടകംപള്ളിയുടെ മറ്റൊരു ഫോട്ടോ കൂടി പുറത്ത്. 2 അല്ല 40 തവണ പോയാലും തുറന്നു പറയാൻ മടിയില്ലെന്ന് കടകംപള്ളി. പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകളില്ലെന്ന് അടൂർ പ്രകാശിന്റെ മൊഴി. പോറ്റിയെ കയറ്റിയത് KC വേണുഗോപാൽ എന്ന് MV ഗോവിന്ദൻ. നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ട കേസിൽ പത്തനംതിട്ട MP ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യാൻ ED. ഹാജരാകാൻ നോട്ടീസ് നൽകും. ഉന്നയിച്ച ആരോപണങ്ങൾ തെളിഞ്ഞെന്ന് CPM പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു. ആന്റോ ആന്റണിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകാൻ CPM. രേഖകളില്ലാതെ 2 കോടി രൂപ ആന്റോ ആന്റണി എങ്ങനെ കൈകാര്യം ചെയ്തുവെന്ന് വെളിപ്പെടുത്തണമെന്ന് MV ഗോവിന്ദൻ. ജസ്റ്റിസ് JB കോശി റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കണമെന്ന് മാരാമൺ കൺവെൻഷനിൽ മാർത്തോമാ സഭ അധ്യക്ഷൻ. വർഗീയ മഹാമാരിയിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കണമെന്നും ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രോപോലിത്ത. കമ്മീഷൻ റിപ്പോർട്ടിലെ കുറേ കാര്യങ്ങൾ നടപ്പിലാക്കിയെന്നും ബാക്കിയുള്ളവ ഉടൻ നടപ്പിലാക്കുമെന്നും മന്ത്രി P രാജീവ്. പെരുന്നാൾ ആഘോഷങ്ങൾക്ക് 3 ദിവസത്തെ ഔദ്യോഗിക അവധി അനുവദിക്കണമെന്ന് സമസ്ത. 100ാം വാർഷിക സമ്മേളനത്തിൽ പ്രമേയം. വാർത്തകൾ വിശദമായി നോക്കാം. വ്യാപാരം, പ്രതിരോധം, സുരക്ഷയടക്കം 10 മേഖലകളിൽ സഹകരണത്തിന് ഇന്ത്യ മലേഷ്യ ധാരണ. കരാറുകൾ ഒപ്പുവെച്ചു. ഭീകരതയ്ക്കെതിരെ യോജിച്ച് പ്രവർത്തിക്കും. മോദിക്ക് മലേഷ്യയിൽ ആചാരപരമായ വരവേൽപ്പ്. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യയിൽ എത്തിയത്. മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമുച്ചയമായ പെർദാനപുത്രയിലെത്തിയ നരേന്ദ്രമോദിക്ക് ആചാരപരമായ സ്വീകരണവും ഗാർഡ് ഓഫ് ഓണറുമാണ് നൽകിയത്. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, പ്രതിരോധം, സുരക്ഷ, ആരോഗ്യം, ദുരന്ത നിവാരണം, സെമി കണ്ടക്ടർ, വിദ്യാഭ്യാസം, തമിഴ് സിനിമയുടെ പ്രോത്സാഹനം അടക്കമുള്ള കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനത്തിന് യോജിച്ച് പ്രവർത്തിക്കാനും ധാരണയായി. And one remarkable feat is this decision to use local currency as far as possible, and Bank Negara Malaysia and CBI has worked on this area. ആസിയാൻ കരാർ പുനഃപരിശോധന വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഭീകരതയ്ക്കെതിരെ ഇരട്ടത്താപ്പ് പാടില്ലെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. हम आसियान के साथ पूरे इंडो पैसिफिक क्षेत्र में विकास, शांति और स्थिरता के लिए प्रतिबद्ध है. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യയിൽ എത്തിയത്. ന്യൂസ് ഡെസ്ക് അമൃത TV. വ്യോമസേനയുടെ കരുത്ത് അജയമാക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നു. ഫ്രാൻസിൽ നിന്നും കൂടുതൽ റഫാൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വാങ്ങും. 114 വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിനാണ് ഉടൻ അംഗീകാരം നൽകുക. 3 ലക്ഷം കോടി രൂപയാണ് ഇതിന്റെ ചിലവ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി കരാറിൽ ഒപ്പുവെച്ചേക്കും. ഈ മാസം 18-നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇന്ത്യയിൽ എത്തുന്നത്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കാൻ ഇന്ത്യ. US ഇന്ത്യയ്ക്ക് മേൽ ചുമത്തിയ 25% അധിക നികുതി നിർത്തലാക്കാൻ തയ്യാറായതിന് പകരമായാണ് ഇന്ത്യയുടെ പുതിയ തീരുമാനം. റഷ്യൻ എണ്ണ നിർത്തുന്നതിൽ വ്യക്തത വരുത്താൻ കേന്ദ്ര സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല.
കേന്ദ്ര സർക്കാരിൽ നിന്നും അനൌദ്യോഗിക നിർദ്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മിക്ക ഇന്ത്യൻ എണ്ണ കമ്പനികളും റഷ്യൻ എണ്ണ കമ്പനികളിൽ നിന്നുള്ള ഓർഡർ സ്വീകരിക്കുന്നത് നിർത്തിവെച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, റിലയൻസ് ഇൻഡസ്ട്രീസ് കമ്പനികൾ റഷ്യയ്ക്ക് പുതിയ ഓർഡറുകൾ നൽകിയിട്ടില്ല. ഹിന്ദുസ്ഥാൻ പെട്രോളിയം, MRPL, HMEL കമ്പനികൾ നേരത്തെ തന്നെ റഷ്യൻ എണ്ണ നിർത്തിയിരുന്നു. ജനുവരിയിൽ റഷ്യയിൽ നിന്ന് ദിവസം 10 ലക്ഷം ബാരൽ എണ്ണ ഇറക്കുമതി ചെയ്തത് മാർച്ചിൽ 5-6 ലക്ഷമായി കുറയുമെന്നാണ് വിലയിരുത്തൽ. ഇതിൽ 4 ലക്ഷവും നയാരയുടേതാണ്. പുതിയ US കരാർ പ്രകാരം അമേരിക്കയിൽ നിന്നോ വെനസ്വേലയിൽ നിന്നോ ആയിരിക്കും ഇനി എണ്ണ ഇറക്കുമതി. എന്നാൽ പൂർണ്ണമായും റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തുന്നത് ഊർജ്ജ സുരക്ഷയെ ബാധിക്കുമെന്നാണ് ഉന്നത വൃത്തങ്ങൾ വിലയിരുത്തുന്നത്. വിദേശകാര്യ മന്ത്രാലയം പ്രതികരിക്കുമെന്നാണ് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞത്. 140 കോടി ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കും എന്ന് മാത്രം പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒപ്പിട്ട വ്യാപാര കരാറിന്റെ ഭാഗമായി ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അവസാനിപ്പിക്കാൻ ധാരണയായെന്ന് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ത്യക്ക് ഏത് രാജ്യത്തു നിന്നും എണ്ണ വാങ്ങാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും തങ്ങൾ മാത്രമല്ല ഇന്ത്യ എണ്ണ വാങ്ങുന്ന ഏക രാജ്യമെന്നും റഷ്യ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇന്ത്യ തങ്ങളുടെ ക്രൂഡ് ഓയിൽ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുന്നത് പുതിയ കാര്യമല്ലെന്നായിരുന്നു റഷ്യൻ നിരീക്ഷണം. ഇന്ത്യക്ക് എണ്ണ നൽകുന്നത് തുടരും. ഇന്ത്യ ഇത് നിർത്തുന്നതായി ഇതുവരെയും അറിയിച്ചില്ലെന്നും റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം റഷ്യൻ എണ്ണ നിർത്തുന്നതിൽ വ്യക്തത വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. ദശാബ്ദങ്ങളായി പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ റഷ്യയുമായി ഇന്ത്യക്ക് തന്ത്രപ്രധാനമായ സൗഹൃദമാണ്. ന്യൂസ് ഡെസ്ക് അമൃത TV. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ VSSയുടെ അന്തിമ പരിശോധനാ ഫലം SITക്ക് കൈമാറും. മോഷ്ടിച്ച സ്വർണ്ണത്തെക്കുറിച്ചുള്ള പ്രതികളുടെ മൊഴി കള്ളം എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. പ്രതികൾ പറഞ്ഞതിലും കൂടുതൽ സ്വർണം നഷ്ടമായി എന്നാണ് റിപ്പോർട്ട്. റിപ്പോർട്ടിൽ അവ്യക്തതയുള്ളതിനാൽ SIT വീണ്ടും സാമ്പിൾ ശേഖരണം നടത്തും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2 പതിറ്റാണ്ടുകാലത്തെ ഇടപാടുകൾ പരിശോധിക്കാൻ കോടതി നിർദ്ദേശം നൽകിയതോടെയാണ് പ്രത്യേക അന്വേഷണ സംഘം രണ്ടാമതും സാമ്പിളുകൾ ശേഖരിച്ചത്. ഇവയുടെ പരിശോധനാ ഫലമാണ് VSSC അന്വേഷണ സംഘത്തിന് കൈമാറിയത്. മോഷ്ടിച്ച സ്വർണ്ണത്തെക്കുറിച്ചുള്ള പ്രതികളുടെ മൊഴി കളവാണെന്നും കൂടുതൽ സ്വർണം നഷ്ടമായിട്ടുണ്ട് എന്നുമാണ് വിലയിരുത്തൽ. കിലോ കണക്കിന് സ്വർണം കട്ടെടുത്തിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. കണക്ക് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. എന്നാൽ കട്ടളപ്പാളികളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിൽ അവ്യക്തതയുണ്ട്. പരിശോധനാ ഫലത്തിൽ അവ്യക്തതയുള്ളതിനാൽ വീണ്ടും സാമ്പിൾ ശേഖരിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. VD സതീശനും KC വേണുഗോപാലിനുമെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി V ശിവൻകുട്ടി. ആന്റണി 2 കോടി വാങ്ങിയതിനെക്കുറിച്ച് VD സതീശൻ വ്യക്തത വരുത്തണം. സാമ്പത്തിക കുറ്റവാളികളുമായുള്ള ബന്ധം തെളിഞ്ഞതോടെ കോൺഗ്രസിന്റെ ക്രിമിനൽ മുഖം വ്യക്തമായെന്നും ശിവൻകുട്ടി പറഞ്ഞു. KC വേണുഗോപാൽ അറിയാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയെ കാണാൻ കഴിയുമോ എന്നും കള്ളനെ കയ്യോടെ പിടിക്കുമ്പോഴുള്ള വിഭ്രാന്തിയാണ് KCക്കെന്നും ശിവൻകുട്ടി പ്രതികരിച്ചു. കോൺഗ്രസിന്റെ സമന്വയ നേതാക്കളെ സ്വർണ്ണക്കവർച്ച കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് സന്ദർശിച്ചതെന്ന കാര്യത്തിൽ മറുപടി പറയാനുള്ള ബാധ്യത വേണുഗോപാലിനുണ്ട്. സോണിയാഗാന്ധി, ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയുമായിട്ടും ആ കുടുംബമായിട്ടും നല്ല ബന്ധമുള്ള വേണുഗോപാൽ അതിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഒരു അക്ഷരവും കാര്യമായി പ്രതികരിച്ച് കണ്ടിട്ടില്ല. ശബരിമല സ്വർണ്ണക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകളില്ലെന്ന് മൊഴി നൽകിയ അടൂർ പ്രകാശ് MP ബംഗളൂരുവിലും വീട്ടിലുമായി പലവട്ടം കൂടിക്കാഴ്ച നടത്തിയതായി മൊഴിയിൽ പറയുന്നു. ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിൽ SITക്കാണ് അടൂർ പ്രകാശ് മൊഴി നൽകിയത്. അതേസമയം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിരവധി തവണ കൂടിക്കാഴ്ച നടത്തിയതായി വ്യക്തമാക്കുന്ന ചിത്രങ്ങളും പുറത്തുവന്നു. ചിത്രം സംബന്ധിച്ച് ഓർമ്മയില്ലെന്നായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി UDF കൺവീനറും MPയുമായ അടൂർ പ്രകാശിന്റെ ബന്ധം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനാണ് പ്രത്യേക അന്വേഷണ സംഘം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകളില്ലെന്നും വീട്ടിലും ബംഗളൂരുവിലുമായി പലവട്ടം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും അടൂർ പ്രകാശ് മൊഴി നൽകി. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും സമ്മാനം കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട പഴയ മൊഴിയിൽ അദ്ദേഹം ഉറച്ചുനിന്നു. മൊഴി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യും. അതേസമയം മുൻ ദേവസ്വം മന്ത്രിയും MLAയുമായ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ കൂടുതൽ ചിത്രങ്ങൾ പുറത്തുവന്നു. ഒരു തവണ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയതെന്നായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് കളവാണെന്ന് ചിത്രം വ്യക്തമാക്കുന്നു. പുതിയതായി പുറത്തുവന്ന ചിത്രം സംബന്ധിച്ച് തനിക്ക് ഓർമ്മയില്ലെന്നായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം. യഥാർത്ഥത്തിൽ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, സത്യമാണ് ഞാൻ പറയുന്നത്, ഞാൻ ഓർക്കുന്നില്ല. ഞാൻ വീണ്ടും എൻ്റെ ഗൺമാൻ, എനിക്ക് 72 വയസ്സ് പ്രായമായി, പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ പ്രായത്തിൻ്റെ പ്രശ്നം കൊണ്ടോ മറന്നുപോയതാണോ
ഞാൻ എൻ്റെ ഗൺമാന്മാരോടും വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുമായി ഒരു ദിവസം അവിടെ പോയ കാര്യമാണ് ഓർമ്മയുള്ളത്. ഒന്നല്ല 10 ദിവസം പോയെങ്കിലും പോയെന്ന് പറയാനായിട്ട് ഞാൻ മടിക്കേണ്ട യാതൊരു കാര്യവും എന്നെ സംബന്ധിച്ചില്ല. ഞാൻ നിങ്ങളോടെല്ലാം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, 2025 ഇങ്ങനൊരു വാർത്ത വരുന്നത് വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ശരിയായിട്ടുള്ളൊരു ഡിവോട്ടി എന്നുള്ള നിലയിലാണ്. അതിനപ്പുറമുള്ളതൊന്നും മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. SIT അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തതോടെ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി കൂടിയെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതികരിച്ചു. ഇതേവരെ ഇവരെല്ലാം CPM-നെതിരായിട്ടുള്ള ഒരു ആയുധമായിട്ടാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യം ഉപയോഗിച്ചു. ഇപ്പം അതിൻ്റെ വ്യാപ്തി കൂടുകയാണ്. ആ വ്യാപ്തി കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് അവരാദ്യം ശ്രമിച്ചത് ഉടനെ കുറ്റപത്രം കൊടുക്കണമെന്നാണ്. ഉടനെ കുറ്റപത്രം കൊടുത്താൽ ഈ പറയുന്നവരെ ഒന്നും കുറ്റപത്രത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ള മുൻവിധിയോടുകൂടിയാണ് അവർ ആ കാര്യം പറഞ്ഞത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. 131ാമത് മാരാമൺ കൺവെൻഷന് കോഴഞ്ചേരി പമ്പ മണൽപ്പുറത്ത് തുടക്കമായി. സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രോപ്പൊലീത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിൽ സർക്കാർ കാട്ടുന്ന കാലതാമസത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ വിമർശിച്ച അദ്ദേഹം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിമർശനങ്ങൾ കേൾക്കുവാൻ തയ്യാറാക്കുന്ന ഭരണാധികാരികൾ രാജ്യത്തിന് ആവശ്യമാണെന്നും വോട്ട് ചെയ്യാതിരിക്കാൻ ആരും ശ്രമിക്കരുതെന്നും ഓർമ്മിപ്പിച്ചു. പമ്പ മണൽപ്പുറത്തെ കൂറ്റൻ ഓലപ്പന്തലിൽ പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിലാണ് 131ാമത് മാരാമൺ കൺവെൻഷന് തുടക്കമായത്. മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൺവെൻഷൻ നടത്തിപ്പിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന പിന്തുണയെ പ്രകീർത്തിച്ച അദ്ദേഹം ക്രൈസ്തവ സമൂഹത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ സർക്കാർ പുലർത്തുന്ന വിമുഖതയെ വിമർശിച്ചു. കേരളത്തിലെ ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനായി സമർപ്പിച്ച JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ അടിയന്തരമായി നടപ്പാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ ഇച്ഛാശക്തി കാട്ടണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. 2020 നവംബർ 5-നാണ് സംസ്ഥാനത്തെ ക്രൈസ്തവരുടെ പിന്നാക്ക അവസ്ഥ പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ജസ്റ്റിസ് JB കോശി കമ്മീഷനെ സർക്കാർ നിയമിച്ചത്. 2023 സമർപ്പിച്ച റിപ്പോർട്ടിലെ ശുപാർശകൾ ഇനിയെങ്കിലും പുറത്തുവിടുവാനും നടപ്പിലാക്കുവാനും ബന്ധപ്പെട്ടതായ ആളുകൾ ഇച്ഛാശക്തി കാട്ടണം. സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തെയും മദ്യനയത്തെയും മെത്രാപ്പൊലീത്ത വിമർശിച്ചു. ബാറുകളുടെ എണ്ണം വർദ്ധിക്കുന്നതും മദ്യവിൽപ്പന കുതിച്ചുയരുന്നതും ആശങ്കാജനകമാണ്. രാസലഹരി കേസുകൾ വർദ്ധിക്കുമ്പോഴും അത് തടയേണ്ടവർ നിസ്സംഗത പാലിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം മാറിയെങ്കിലും സംഘർഷമുണ്ടാകുന്നത് ആശങ്കയാണെന്നും മെത്രാപ്പൊലീത്ത കൂട്ടിച്ചേർത്തു. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണത്തിന് വിരാമമിട്ട് പുതിയ സർക്കാർ നിലവിൽ വന്നെങ്കിലും ആളുന്ന സംഘർഷവും ബഹിഷ്കരണ ഭീഷണികളും ഇപ്പോഴും ആശങ്കയാവുകയാണ്. വൈവിധ്യവും ബഹുസ്വരതയുമാണ് നമ്മുടെ ദേശത്തിന്റെ സൗന്ദര്യവും കരുത്തും. എന്നാൽ ഇന്ന് ന്യൂനപക്ഷങ്ങൾ നിരന്തരം പീഡിപ്പിക്കപ്പെടുന്നത് മൂലം ഒരുതരം അരക്ഷിതാവസ്ഥ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. ഉദ്ഘാടന ചടങ്ങിൽ സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലക്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. വരും ദിവസങ്ങളിൽ പ്രമുഖ വചനപ്രഘോഷകർ മുഖ്യ പ്രസംഗകരാകും. 8 നാൾ നീളുന്ന കൺവെൻഷൻ 15-ന് സമാപിക്കും. അമൃത ന്യൂസ്, പത്തനംതിട്ട. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ കുറേ ശുപാർശകൾ നടപ്പിലാക്കിയെന്ന് മന്ത്രി P രാജീവ്. ബാക്കിയുള്ളവയും നടപ്പിലാക്കും. ചില നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ നിയമ ഭേദഗതി വേണ്ടിവരുമെന്നും മന്ത്രി പറഞ്ഞു. എന്തെല്ലാം ശുപാർശകൾ നടപ്പിലാക്കി, ഏതെല്ലാം നടപ്പിലാക്കാൻ കഴിയില്ല എന്നത് വ്യക്തമാക്കി ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് പുറത്തിറക്കുമെന്നും മന്ത്രി പറഞ്ഞു. JB കോശി കമ്മീഷന്റെ ശുപാർശകൾ നല്ലൊരു പങ്ക് നടപ്പിലാക്കി. ചിലത് നിയമ ഭേദഗതിയിൽ വേണ്ടി വരുന്നതായിരിക്കും, ചിലത് നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതല്ല. അതെല്ലാം പൊതുസമൂഹത്തിൽ പറയും. ചെയ്ത കാര്യങ്ങൾ ഇനി ചെയ്യാൻ ബാക്കിയുള്ളതിൽ അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടെ എല്ലാം പരമാവധി ചെയ്യാൻ കഴിയാവുന്നത് തന്നെയാണ്. ചിലത് നിയമ ഭേദഗതിയിൽ ആവശ്യമായിട്ട്. നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ട് നിക്ഷേപ തട്ടിപ്പ് കള്ളപ്പണക്കേസിൽ പത്തനംതിട്ട MP ആന്റോ ആന്റണിയെ ED ചോദ്യം ചെയ്യും. ആന്റോ ആന്റണി MPക്ക് 2019 2 കോടി രൂപ നൽകിയതായി NM രാജു വ്യക്തമാക്കിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാട് സംശയിക്കുന്ന തിരുവല്ല നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് ഉടമ NM രാജുവിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ആന്റോ ആന്റണി MPയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാനൊരുങ്ങുന്നത്. ആന്റോയ്ക്ക് 2019 തെരഞ്ഞെടുപ്പ് കാലത്ത് 2 കോടി രൂപ നൽകിയതായും 7 വർഷമായിട്ടും തിരികെ നൽകിയില്ലെന്നുമായിരുന്നു NM രാജുവിന്റെ വെളിപ്പെടുത്തൽ. സാമ്പത്തിക സഹായം ലഭിച്ചതായി ആന്റോ ആന്റണിയും സമ്മതിച്ചു. ഇതോടെയാണ് കള്ളപ്പണ ഇടപാടിൽ ഇരുവരെയും ED ചോദ്യം ചെയ്യുന്നത്. ആദ്യം NM രാജുവിനെയും പിന്നീട് ആന്റോ ആന്റണിയെയും നോട്ടീസ് നൽകി വിളിച്ചു വരുത്തും.
രാജുവിൽ നിന്ന് ലഭിച്ച തുക കള്ളപ്പണമാണോ, തെരഞ്ഞെടുപ്പ് ചെലവിൽ തുക ഉൾപ്പെടുത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇ ഡി അന്വേഷിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ സാമ്പത്തിക ഇടപാടിൽ ഉൾപ്പെട്ട പണമാണോ ആന്റോയ്ക്ക് ലഭിച്ചതെന്നറിയാൻ NIAയും ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്നുള്ള ഫോട്ടോയുടെ കാര്യത്തിലും അന്വേഷണ സംഘം വ്യക്തത വരുത്തും. അതേസമയം 2 കോടി രൂപ വാങ്ങിയത് എങ്ങനെയാണെന്ന് ആന്റോ ആന്റണി വ്യക്തമാക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. ഈ 2 കോടി റുപ്യ വാങ്ങിയത് നിയമപരമാണോ? അത് പറയേണ്ട ഉത്തരവാദിത്തമുണ്ട് MPക്ക്. അല്ല ബൾക്കായിട്ട് കള്ളപ്പണമായിട്ട് വാങ്ങിയതാണോ? ബൾക്കായിട്ട് വാങ്ങിയത് പറഞ്ഞാൽ കള്ളപ്പണമാണല്ലോ. അതുപോലെ തിരിച്ചു കൊടുത്തു എന്നും പറയുന്നുണ്ട്. തിരിച്ചു കൊടുത്തതും ഇതേപോലെ തന്നെ കള്ളപ്പണമായിട്ടാണോ എന്ന് MP പറയട്ടെ. ആന്റോ ആന്റണി 2 കോടി രൂപ കൈപ്പറ്റിയത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തത വരുത്തണമെന്ന് മന്ത്രി V ശിവൻകുട്ടിയും പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആന്റോ ആന്റണി MPക്കെതിരെ താൻ ഉന്നയിച്ച ആരോപണങ്ങൾ സത്യമെന്ന് തെളിഞ്ഞതായി CPM പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു. പണം കൊടുത്തെന്ന് NM രാജുവും വാങ്ങിയെന്ന് ആന്റോ ആന്റണിയും സമ്മതിച്ചു. ആന്റോയുടെ ബാംഗ്ലൂരുവിലെ ഭൂമി വിറ്റ് പണം തിരികെ നൽകാമെന്ന് NM രാജുവിനോട് പറഞ്ഞത്. ബംഗളൂരുവിലെ ഭൂമി ഇടപാടുകളും പരിശോധിക്കണം. ആന്റോയ്ക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് CPM പരാതി നൽകുമെന്നും KP ഉദയഭാനു പറഞ്ഞു. പൈസ കൊടുത്ത NM രാജു പറഞ്ഞു ഇനി 2 കോടി രൂപ ആന്റോ ആന്റണിക്ക് കൊടുത്തു. ആന്റോ ആന്റണിയെ സംബന്ധിച്ചിട്ടുണ്ട് എത്ര വാങ്ങിച്ചു എന്നും എത്ര തിരിച്ചു കൊടുത്തു എന്നുള്ളതിന് മാത്രമാണ് വ്യക്തമാകാനുള്ളത്. SNDP NSS ബന്ധം ഇനി ചർച്ചയാക്കേണ്ടതില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. മാധ്യമ വിചാരണ അവസാനിപ്പിക്കണം. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയുള്ളൂ. വ്യക്തിപരമായി തേജോവധം ചെയ്യാനാണ് സ്വർണ്ണക്കൊള്ള കേസ് ഉപയോഗിക്കുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം BJPക്ക് കേരളത്തിൽ നല്ലൊരു മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJPക്കാര് വോട്ടിംഗ് പെർസെന്റേജ് കൂടുതലുണ്ട്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ നേതൃത്വത്തിൽ വന്നതിൽ പിന്നീട് വലിയൊരു മാറ്റം ഇന്ന് കേരളത്തിൽ ഉണ്ടാക്കാൻ അദ്ദേഹം സാധിച്ചു. അതുകൊണ്ട് LDFും UDFും വർഗീയ പ്രചാരണങ്ങൾ നടത്തുന്നുവെന്നും സാമുദായിക ധ്രുവീകരണമാണ് ലക്ഷ്യമെന്നും BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ജമാഅത്ത് പോലുള്ള വർഗീയ സംഘടനകളെ കോൺഗ്രസ് വെള്ളപൂശുകയാണ്. മലബാറിലെ സംസ്കാരത്തെ തകർക്കുകയാണ് ജമാഅത്തിയുടെ ലക്ഷ്യം. ലീഗിനെയും ജമാഅത്തിയെ വിഴുങ്ങിയെന്നും സുരേന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു. ഇനി ഗൾഫ് വാർത്തകൾ നോക്കാം. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ ചരിത്രമുള്ള നാവിക ബന്ധത്തെയും ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര ബന്ധത്തെയും സാക്ഷ്യപ്പെടുത്തുന്ന ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ INS കൗണ്ടിന്യയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം മസ്കറ്റിൽ നടന്നു. 2024 പോർബന്ദറിൽ നിന്നും INS കൗണ്ടിന്യ ഒമാനിലേക്ക് യാത്ര തിരിച്ചത്. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാംസ്കാരിക വാണിജ്യ ബന്ധത്തിന്റെ ചരിത്രം ഓർമ്മപ്പെടുത്തുന്ന യാത്രയായിരുന്നു INS കൗണ്ടിന്യയുടേത്. 2024 INS കൗണ്ടിന്യ പോർബന്ദറിൽ നിന്ന് മസ്കറ്റിലേക്ക് യാത്ര തിരിച്ചത്. ഇന്ത്യൻ സാംസ്കാരിക മന്ത്രാലയത്തിന്റെ പിന്തുണയോടെയായിരുന്നു യാത്ര. പരമ്പരാഗത കപ്പൽ നിർമ്മാണ വിദ്യയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് INS കൗണ്ടിന്യ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിനും സോഹാർ, മസ്കറ്റ് പോലുള്ള ഒമാനി തുറമുഖങ്ങൾക്കുമിടയിൽ സ്ഥിരമായി കപ്പലുകൾ യാത്ര ചെയ്തിരുന്നു എന്നാണ് ചരിത്രം. മസ്കറ്റിൽ നടന്ന ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ ഒമാൻ റോയൽ നേവിയിലെ കമഡോർ അബ്ദുള്ള അൽ ഹജ്രി, ഒമാൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ മാനവ വിഭവശേഷി വിഭാഗം മേധാവി യൂസഫ് ബിൻ ഇസ അൽ സജ്ജാലി, ഒമാനിലെ ഇന്ത്യൻ അംബാസഡർ GV ശ്രീനിവാസ്, ഇന്ത്യൻ നേവൽ സെയിലിംഗ് അസോസിയേഷൻ ചെയർമാൻ കമഡോർ അമിത് ശ്രീവാസ്തവ എന്നിവർ പങ്കെടുത്തു. ഒമാനിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിൽ നിന്നുള്ള പ്രമുഖരും സംബന്ധിച്ചു. അമൃത ന്യൂസ്, മിഡിൽ ഈസ്റ്റ്. കുവൈറ്റിലെ ജലീബിൽ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പിന്റെ അൽ മക്കൂറി ഫാർമസിയും മെട്രോ ഐ പോയിന്റും പ്രവർത്തനം ആരംഭിച്ചു. ഫാർമസി ഉദ്ഘാടനം മെട്രോ മെഡിക്കൽ ഗ്രൂപ്പിന്റെ സ്പോൺസർ ഫഗദ് അൽ മുതൈരി, അബു അബ്ദുള്ള ലാഫി അൽ മുതൈരി, മെട്രോ മെഡിക്കൽ ഗ്രൂപ്പിന്റെ മാനേജിംഗ് പാർട്ണർ ഡോക്ടർ ബിജി ബഷീർ, മാനേജിംഗ് ഡയറക്ടർ ഇബ്രാഹിം കുട്ടി, ജനറൽ മാനേജർ മുഹമ്മദ് ഷൌക്കി, റവറന്റ് ഫാദർ സ്റ്റീഫൻ നെടുവാക്കാട്ട്, റവറന്റ് ഫാദർ അരുൺ ബോസ് തുടങ്ങി നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. മെട്രോ ഐ പോയിന്റ് ജലീബ് ശാഖയിൽ ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ സമ്പൂർണ്ണ നേത്ര പരിശോധനകൾ, കാഴ്ച പരിശോധന, കണ്ണടകളും കോൺടാക്ട് ലെൻസുകളും കൂടാതെ വിദഗ്ധ നേത്രോപദേശ സേവനങ്ങളും ലഭ്യമാക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഡിജിറ്റൽ ഹെൽത്ത് കെയറിന്റെ ഭാഗമായി മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് തങ്ങളുടെ ഫാർമസി ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം വഴി ഹോം ഡെലിവറി സേവനങ്ങളും ആരംഭിച്ചിട്ടുണ്ടെന്നും ഓൺലൈൻ ഓർഡറുകൾ മുഖേന ഉപഭോക്താക്കൾക്ക് പ്രത്യേക ഓഫറുകളും ലഭ്യമാക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു.
കുവൈറ്റിൽ 2028 ആകുമ്പോഴേക്കും സ്വകാര്യ മേഖലയിൽ ഏകദേശം 14,000 പുതിയ നഴ്സുമാരെയും 6,500 പുതിയ ഡോക്ടർമാരെയും ആവശ്യമായി വരുമെന്ന് പഠന റിപ്പോർട്ട്. ചെറുകിട ഇടത്തരം സംരംഭ വികസനത്തിനായുള്ള ദേശീയ ഫണ്ട് ഏജൻസി നടത്തിയ പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ മേഖലകളിൽ പ്രൊഫഷണലുകളുടെ ആവശ്യകത വർദ്ധിക്കുന്നതും പഠനം വ്യക്തമാക്കുന്നു. സമീപ ഭാവിയിൽ ക്ലിനിക്കുകൾ, മെഡിക്കൽ ലബോറട്ടറികൾ എന്നിവ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ചില മേഖലകളാണെന്നും പഠന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. വയോജന പരിചരണം ഉൾപ്പെടെയുള്ള ഹോം ഹെൽത്ത് കെയർ സേവനങ്ങൾ, പുനരധിവാസം, ഫിസിയോതെറാപ്പി സേവനങ്ങൾ, തൊഴിൽ സ്പീച്ച് തെറാപ്പി സേവനങ്ങൾ എന്നീ മേഖലകളിലും വൻ അവസരമാണ് വരും നാളുകളിൽ ഉണ്ടാകുക എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ദുബായിലെ പ്രധാന പാതകളിലൊന്നായ അൽ ഖുദ്ര റോഡ് വികസന പദ്ധതിയുടെ ഭാഗമായുള്ള പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. 600 മീറ്റർ ദൈർഘ്യമുള്ള പുതിയ പാലത്തിൽ ഇരു ദിശകളിലേക്കും 4 വരികൾ വീതമാണുള്ളത്. അറേബ്യൻ റാഞ്ചസ്, ദുബായ് മോട്ടോർ സിറ്റി, ദുബായ് സ്റ്റുഡിയോ സിറ്റി, ഡമാക് ഹിൽസ്, മുഡോൺ തുടങ്ങിയ സ്ഥലങ്ങളിലെ താമസക്കാരുടെയും സന്ദർശകരുടെയും യാത്രാസമയത്തിൽ അൽ ഖുദ്ര റോഡ് വികസന പദ്ധതി പൂർത്തിയാകുന്നതോടെ ഗണ്യമായ കുറവ് ഉണ്ടാകും. ദുബായിലെ പ്രധാന റോഡുകളിലൊന്നായ അൽഖുദ്ര റോഡിന്റെയും അറേബ്യൻ റാഞ്ചസിനെ ദുബായ് സ്റ്റുഡിയോ സിറ്റിയുമായി ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡിന്റെയും ഇടയിലുള്ള പാലത്തിന്റെ നിർമ്മാണമാണ് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പൂർത്തിയാക്കിയത്. 600 മീറ്റർ ദൈർഘ്യമുള്ള പാലത്തിൽ ഇരുവശത്തേക്കും 4 വരികളുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്, എമിറേറ്റ്സ് റോഡ്, ഷെയ്ഖ് സായിദ് ബിൻ ഹംദാൻ അൽ നഹ്യാൻ സ്ട്രീറ്റ് എന്നീ പ്രധാന പാതകളെ ബന്ധിപ്പിക്കുന്ന സുപ്രധാന ഗതാഗത ഇടനാഴിയിലെ പാലമാണ് ഇത്. ഇതോടെ അൽഖുദ്ര റോഡിലെയും അറേബ്യൻ റാഞ്ചസിനും ദുബായ് സ്റ്റുഡിയോ സിറ്റിക്കും ഇടയിലുള്ള കണക്ഷൻ റോഡിലെയും ഗതാഗതം മെച്ചപ്പെടും. മണിക്കൂറിൽ 6,600 വാഹനങ്ങളിൽ നിന്ന് 19,200 വാഹനങ്ങളായി ശേഷി വർദ്ധിക്കുകയും ചെയ്യുമെന്ന് ദുബായ് RTA വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ട്രാഫിക് സിഗ്നലിലെ കാത്തിരിപ്പ് സമയത്തിലും ഗണ്യമായ കുറവുണ്ടാകും. അൽഖുദ്ര റോഡിന്റെയും ഷെയ്ഖ് സായിദ് ബിൻ ഹംദാൻ അൽ നഹ്യാൻ സ്ട്രീറ്റിന്റെയും ജംഗ്ഷനിലുള്ള പാലം ഫെബ്രുവരി 15-ന് തുറക്കുമെന്നും RTA അറിയിച്ചു. 700 മീറ്റർ ദൈർഘ്യമുള്ള പാലത്തിൽ ഇരുദിശകളിലേക്കും 2 ലെയിനുകൾ വീതമാണ് ഉള്ളത്. അമൃത ന്യൂസ്, ദുബായ്. കുവൈറ്റിൽ റമദാൻ മാസത്തിൽ പള്ളികളിലെ നമസ്കാരങ്ങൾക്ക് പുറത്തുള്ള ഉച്ചഭാഷിണികൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചു. ഇസ്ലാമിക മതകാര്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. 5 നേരത്തെ നമസ്കാരങ്ങൾക്ക് പുറമെ തറാവിഹ്, ഖിയാമുലൈൽ എന്നിവയ്ക്കും നിരോധനം ബാധകമായിരിക്കും. ആരാധകർക്കും പള്ളി പരിസരത്തുള്ളവർക്കും ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഒഴിവാക്കുവാനായി നടപടിയെന്നും മതകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഗ്രൂപ്പിന്റെ പുതിയ ഷോറൂം സൗദി അറേബ്യയിലെ അൽഖോബാർ പ്രിൻസ് തുർക്കി സ്ട്രീറ്റിൽ മാർക്കറ്റ് ആൻഡ് സേവിൻ സമീപത്തായി പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ ഉദ്ഘാടനം ചെയ്തു. സോന ഗ്രൂപ്പിന്റെ ലോകത്തെ 12ാമത്തെയും സൗദിയിലെ 7ാമത്തെയും ഷോറൂമാണ് ഇത്. സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഗ്രൂപ്പിന്റെ പുതിയ ഷോറൂം മുഹമ്മദ് ഇസ്സത്ത് ബൈക്കാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ വിവേക് മോഹൻ, ക്രിയേറ്റീവ് ഡയറക്ടർ ശ്രുതി വിവേക് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിധരായിരുന്നു. സൗദി ചലച്ചിത്ര രംഗത്തെ പ്രമുഖ വ്യക്തിത്വമായ ഡോക്ടർ മഹാ അൽസാത്തി മുഖ്യാതിഥിയായി പങ്കെടുത്തു. സോന ഗ്രൂപ്പ് ജനറൽ മാനേജർ അജയ് പിള്ള, റീജിയണൽ ഹെഡ് ശ്രീജിത്ത് ശ്രീധർ, CFO സുരേഷ് കുമാർ, അഡ്മിനിസ്ട്രേഷൻ ഹെഡ് ജിൻഷാദ്, മാർക്കറ്റിംഗ് മാനേജർ ഷീബ തുടങ്ങിയവരും സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഡയമണ്ട് ആഭരണങ്ങൾക്ക് 60% വിലക്കിഴിവും തെരഞ്ഞെടുത്ത ഗോൾഡ് സെറ്റുകൾക്ക് പണിക്കൂലിയില്ലാതെയും പഴയ സ്വർണം മാറ്റിയെടുക്കുമ്പോൾ കുറവുകളില്ലാതെ പൂർണ്ണമായി മൂല്യം നൽകിയും നിരവധി ആകർഷകമായ ഓഫറുകളാണ് ഷോറൂം ഒരുക്കിയിരിക്കുന്നത്. ഫെബ്രുവരി 13 വരെ നീണ്ടു നിൽക്കുന്ന ഉദ്ഘാടന ഓഫറിന്റെ ഭാഗമായി ഷോറൂം സന്ദർശിക്കുന്നവർക്കായി ആകർഷകമായ ലക്കി ഡ്രോയും നൽകുന്നുണ്ട്. സുൽഫിഖ് റോദായ്, അമൃത ന്യൂസ്, ജിദ്ദ. സൗദിയിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ നിയമാനുസൃത മാർഗങ്ങളിലൂടെ 2025 വർഷത്തിൽ 16,550 കോടി റിയാൽ സ്വദേശങ്ങളിലേക്ക് അയച്ചതായി സൗദി സെൻട്രൽ ബാങ്ക് കണക്കുകൾ വ്യക്തമാക്കി. ഇത് സർവകാല റെക്കോർഡാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് സൗദിയിലെ പ്രവാസികൾ ഒരു കൊല്ലത്തിനിടെ ഇത്രയും പണം സ്വദേശങ്ങളിലേക്ക് അയക്കുന്നത്. 2024-ൽ 14,420 കോടി റിയാലാണ് സൗദിയിലെ പ്രവാസികൾ നിയമാനുസൃത മാർഗങ്ങളിലൂടെ സ്വദേശങ്ങളിലേക്ക് അയച്ചത്. ഇതിനെ അപേക്ഷിച്ച് കഴിഞ്ഞ കൊല്ലം സൗദി പ്രവാസികളുടെ റെമിറ്റൻസ് 15% വർദ്ധിച്ചു. സൗദി ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്ത 10 സൗദി ബാങ്കുകൾ കഴിഞ്ഞ വർഷം ഓരോ മണിക്കൂറിലും 1 കോടിയിലേറെ റിയാൽ തോതിൽ ലാഭം നേടിയതായി കണക്ക്. 2025-ൽ സൗദി ബാങ്കുകൾ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വാർഷിക ലാഭം രേഖപ്പെടുത്തി. കഴിഞ്ഞ കൊല്ലം 10 ബാങ്കുകളാകെ 9,252 കോടി റിയാൽ ലാഭം കൈവരിച്ചു. ബാങ്കുകളുടെ ശരാശരി പ്രതിദിന ലാഭം
25.348 കോടി റിയാലാണ്. മണിക്കൂറിൽ ശരാശരി 1.56 കോടി റിയാൽ തോതിൽ ബാങ്കുകൾ ലാഭം നേടുന്നു. ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ പ്രതിരോധ വ്യവസായ സഹകരണം കൂടുതൽ ശക്തമാകുന്നു. സൗദിയുടെ തലസ്ഥാന നഗരിയായ റിയാദിൽ ആരംഭിച്ച വേൾഡ് ഡിഫൻസ് ഷോയിൽ വെച്ച് കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് സൗദി ജനറൽ അതോറിറ്റി ഫോർ മിലിറ്ററി ഇൻഡസ്ട്രീറ്റ് ഗവർണർ അഹമ്മദ് ബിൻ അബ്ദുൾ അസീസ് അൽ ഒഹാലിയുമായി കൂടിക്കാഴ്ച നടത്തി. ഞായറാഴ്ച ആരംഭിച്ച വേൾഡ് ഡിഫൻസ് ഷോയിൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് പവലിയൻ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് പവലിയന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആഗോള പ്രതിരോധ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന ഈ പ്രദർശനത്തിൽ ഇന്ത്യയുടെ അഭിമാനമായ ബ്രഹ്മോസ് ആയുധശേഖരം വലിയ ശ്രദ്ധയാണ് നേടുന്നത്. മറ്റു വാർത്തകൾ നോക്കാം. പൊതുവിദ്യാഭ്യാസ കലണ്ടറിൽ സാമുദായ സാഹചര്യങ്ങൾ പരിഗണിക്കണമെന്നും പെരുന്നാൾ ആഘോഷങ്ങൾക്ക് 3 ദിവസത്തെ ഔദ്യോഗിക അവധി അനുവദിക്കണമെന്നും സംസ്ഥാന 100ാം വാർഷിക സമ്മേളനത്തിൽ പ്രമേയം. വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും ഇടപെടണമെന്നാണ് ആവശ്യം. ഈദുൽ ഫിത്തർ, ഈദുൽ അദ്ഹ എന്നിവയ്ക്ക് നിലവിൽ നൽകി വരുന്ന അവധി ദിനങ്ങൾ അപര്യാപ്തമാണെന്നും ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ ആഗോളതലത്തിൽ ഈദ് ആഘോഷങ്ങൾക്ക് ദീർഘമായി അവധി നൽകുന്ന മാതൃക പരിഗണിച്ച് കേരളത്തിൽ 2 പെരുന്നാളുകൾക്കും ചുരുങ്ങിയത് 3 ദിവസത്തെ അവധി പ്രഖ്യാപിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് കാസർഗോഡ് നടക്കുന്ന സമസ്ത സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നു. വെള്ളിയാഴ്ചകളിൽ ജുമാ നമസ്കാരം തടസ്സമാകാത്ത രീതിയിൽ നടത്തുവാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പരീക്ഷകളുടെ സമയക്രമം അനിവാര്യമെന്നും ജുമാ സമയത്ത് പരീക്ഷ നടത്തുന്നത് വിദ്യാർത്ഥികളോടും വിശ്വാസികളായ അധ്യാപകരോടുമുള്ള അനീതിയെന്നും സമ്മേളന പ്രമേയത്തിൽ പറയുന്നു. കായിക വാർത്തകൾ നോക്കാം. സന്തോഷ് ട്രോഫി ഫൈനലിൽ കേരളത്തിന് തോൽവി. എക്സ്ട്രാ ടൈമിൽ നേടിയ മറുപടിയില്ലാത്ത ഒരു ഗോളിനാണ് സർവീസസ് കിരീടമണിഞ്ഞത്. 109ാം മിനിറ്റിൽ അഭിഷേക് പവാർ നേടിയ ഗോളാണ് മത്സരത്തിന്റെ വിധി എഴുതിയത്. സർവീസസിന്റെ 8ാം കിരീടമാണിത്. തുടർച്ചയായ 2ാം വട്ടമാണ് കേരളം സന്തോഷ് ട്രോഫി ഫൈനലിൽ തോൽക്കുന്നത്. കഴിഞ്ഞ വർഷം ഹൈദരാബാദിൽ ഫൈനൽ കളിച്ച കേരളത്തെ ഇഞ്ചുറി ടൈമിലെ ഗോളിൽ ബംഗാളാണ് വീഴ്ത്തിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.